അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം മുട്ടയാണ്. അപ്പോൾ മുട്ട വെച്ചിട്ടൊരു പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കരുത്. പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര മുട്ടയാണോ വേണ്ടത് അത് ഇതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 സവാളയ്ക്ക് 3 മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിന് മുകളിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ഒരിത്തിരി മുളക് പൊടിയോ ഒന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ വെള്ള കളറായിട്ട് വരുമ്പോൾ തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെപ്പർ റോസ്റ്റ് റെഡിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്